ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ചോറ് ബാലൻസ് വന്നിട്ടുള്ള ചോറ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു പൂരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും ഹാർഡായിട്ടോ ഒന്നും അല്ലാത്ത, പുറമെ ഒരിത്തിരി മൊരിഞ്ഞിട്ടും അതുപോലെ തന്നെ നമുക്കിത് കഴിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടും കൂടിയിട്ടുള്ള ഒരു പൂരിയാണ്. അപ്പോൾ നമുക്ക് തലേദിവസത്തെ ചോറ് ബാക്കി ഉണ്ടെച്ചെങ്കിൽ അതും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആട്ടപ്പൊടിയല്ല, ഗോതമ്പ് പൊടിയല്ല കേട്ടോ ചേർത്തിട്ടുള്ളത്, അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടിയും ചോറും ചേർത്തിട്ടുള്ള ഒരു പൂരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് അതും ചോറിൻ്റെ കൂടെ ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഒട്ടും ഭയങ്കര ഹാർഡാവും എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഒട്ടും ഹാർഡല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ഗ്ലാസ് ചോറാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് ചോറ് ഞാൻ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചോറാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചൂടുള്ള നമ്മൾ അന്ന് വെച്ചിട്ടുള്ള അപ്പോഴത്തെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ ചോറ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ മിക്സിയിൽ ഇട്ട് അരയ്ക്കുന്ന സമയത്താണ് ഓർത്തത് കേട്ടോ. ആ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തു. അപ്പം നിങ്ങൾ ഉപ്പ് ചേർക്കാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് വേണ്ടത്. 2 ഗ്ലാസ് ചോറിന് 1 ഗ്ലാസ് അരിപ്പൊടി. അപ്പോൾ അത് ഇതുപോലെ പല തവണ ആയിട്ട് വേണം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ആ അരച്ച ചോറിൽ തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ഒറ്റ തവണ ചേർത്തിട്ട് അരച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് പലതവണ ആയിട്ട് കുറച്ച് ചേർക്കുക, എന്നിട്ട് നമുക്കൊന്ന് പോയി കറക്കുക, എന്നിട്ട് വീണ്ടും അരിപ്പൊടി ചേർക്കുക, എന്നിട്ട് ഒന്നുകൂടെ അടിക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ഗ്ലാസ് ചോറിന് 1 ഗ്ലാസ് അരിപ്പൊടി എനിക്ക് കറക്റ്റായിട്ട് വന്നു കേട്ടോ. അപ്പോൾ കണ്ടോ, അതായത് ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചിട്ടുള്ള ചോറാണ് വെച്ചെങ്കിൽ നമുക്ക് അരിപ്പൊടിയുടെ അളവും കുറച്ച് കുറഞ്ഞ് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 ഗ്ലാസ് അരിപ്പൊടി ചേർത്തിട്ട് നിങ്ങൾക്ക് മാവ് വല്ലാണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നല്ല വെള്ളം കൂടിയ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരിയും കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒറ്റ പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കരുത്. 1 സ്പൂൺ വെച്ച് ചേർത്തിട്ട് കറക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് 2 ഗ്ലാസ് ചോറിന് 1 ഗ്ലാസ് അരിപ്പൊടി കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ട് പത്തിരിക്കൊക്കെ കുഴച്ച് എടുക്കുന്ന പോലെ അങ്ങനെ നമുക്ക് കുഴച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ അരച്ച ആ ഒരു മാവുണ്ടല്ലോ, അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. ആ ഒരു പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. കണ്ട ഒട്ടും കയ്യിൽ ഒട്ടി പിടിക്കുക ഒന്നുമില്ല കേട്ടോ. അതായത് ഇതുപോലെ നമുക്ക് നന്നായിട്ട് അതൊന്ന് ഒതുക്കിയെടുക്കുക. അപ്പോൾ കുഴച്ചിട്ട് മയപ്പെടുത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കിത് ബോൾസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ബോൾസാക്കി വെച്ചത് മുതൽ കുറച്ചൊക്കെ ഞാൻ ഈ പലഹാരം ഉണ്ടാക്കുന്നത് വരക്കുള്ള വീഡിയോ എൻ്റെ ഫോണിൽ പെട്ടിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ക്യാമറ ഓഫായി പോയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ക്യാമറ ഓഫ് ആക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴാണ് ക്യാമറ ഓഫായത് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാക്കി ഇത്തിരി ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് ഞാൻ പിന്നെ ഈ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ഉണ്ടാക്കിയതൊന്നും നമ്മുടെ ക്യാമറയിൽ പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ഷീറ്റിൽ വെച്ചിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു കവറിൽ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്ന തോന്നുന്നുണ്ടെങ്കിൽ ഇത്തിരി എണ്ണ തടവി കൊടുത്താൽ മതി. അത് ഒരു തവണ എണ്ണ തടവിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് എണ്ണ തടവേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞു പൂരിയായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞു ബോൾസാണ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ ഒരു പ്ലേറ്റിൽ പ്ലേറ്റ് കൊണ്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പൂരി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിത് എണ്ണയിലിട്ട് കൊടുക്കുന്ന ഈ ഒരു പൂരിയുടെ കനം എന്ന് പറയുന്നത് ഒത്തിരി കനത്തിലാവരുത് കേട്ടോ. അതുപോലെ തന്നെ തിന്നായിട്ടും എടുക്കരുത്. വല്ലാണ്ട് തിന്നായിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊള്ളച്ച് വരൂല. അത് ഭയങ്കര ഹാർഡായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒരു ഭാഗം പൊള്ളച്ച് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി കുക്ക് ചെയ്തിട്ട് മാറ്റാം കേട്ടോ. ഒത്തിരി ടൈം എണ്ണയിലിട്ടിട്ട്
വെച്ചിരിക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു പൂരി നല്ല ഹാർഡായിട്ട് പോവും. അപ്പോൾ ഇതാ ഞാൻ അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ജസ്റ്റ് ഞാൻ ആ ഒരു പൂരിയുടെ മുകളിലേക്ക് ഇത്തിരി എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ഈസി ആവും. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ അത് പൊളച്ച് വരും. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മറ്റേ ഭാഗം ആയിട്ടുണ്ടെങ്കിൽ ആ എണ്ണയുടെ തിളക്കലും ഒക്കെ ഇങ്ങനെ നിൽക്കും കേട്ടോ. ആ സമയമായാൽ അപ്പം തന്നെ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയും ചെയ്യാം കേട്ടോ. കൂടുതൽ ടൈം ഇട്ട് വെക്കണ്ട. അപ്പോൾ വല്ലാണ്ട് ഹാർഡായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതാ അടുത്തതും ആയിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇത് വെന്തോ അല്ലെങ്കിൽ ക്രിസ്പ് ഉണ്ടോ പുറമെ മുരുമരി ഉണ്ടോ എന്നൊക്കെ സംശയം തോന്നും. നമ്മൾ ഗോതമ്പ് ആണിച്ചെങ്കിൽ അതിൻ്റെ പുറമെ മുരുമരി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കളറ് വെച്ചിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പം ഇത് നമുക്ക് കളറായി വരുന്നത് വരെ നമുക്ക് എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാണ്ട് ഹാർഡായിട്ടാണ് നമുക്ക് ഈ ഒരു പലഹാരം കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാൻ പറ്റൂല, കറി കൂട്ടി കഴിക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. നല്ലോണം ഹാർഡായിട്ട് പോവും. അപ്പോൾ ഇതാ ആ ഒരു ഭാഗം ആയപ്പോൾ ഞാൻ അതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവും. അതുപോലെ തന്നെ കഴിക്കുമ്പോൾ കറി കൂട്ടി കഴിക്കാൻ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. മുഴുവനും ഞാനൊന്ന് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ഒട്ടും ഹാർഡും അല്ല. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ. നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. നമ്മളെ ചാനലിൽ ഉള്ള വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോവല്ലേ. അപ്പോൾ കണ്ടോ, ഞാൻ അതിങ്ങനെ പൊട്ടിച്ച് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഹാർഡായിട്ടാണോ ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ചോറാണ്, അരിപ്പൊടിയാണ്, ഹാർഡാവുന്നൊന്നും വിചാരിക്കേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരി തന്നെയാണ് കേട്ടോ. കണ്ടല്ലോ, നല്ല അത് പൊള്ളിയിട്ടും വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് ഹാർഡായിട്ടല്ല, ഇതിൻ്റെ പുറമെ നമുക്ക് നല്ലൊരു മുരിഞ്ഞ രീതിയിലും അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും ഉള്ള പൂരിയാണ് കേട്ടോ. അപ്പോൾ ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒത്തിരി കനത്തിൽ ചെയ്യരുത്. കനത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊള്ളി വരില്ല. കനമില്ലാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ഹാർഡായിട്ട് പോകും. പൊള്ളി വരില്ല, ഹാർഡായിട്ട് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു കുഞ്ഞു റെസിപ്പി ആയിരുന്നു കേട്ടോ. നമ്മുടെ അരിപ്പൊടിയും ചോറും വെച്ചിട്ടുള്ള പൂരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ. നമുക്ക് ചോറൊക്കെ ബാലൻസ് വരുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുത്ത അടിപൊളിയാണ്. അതുപോലെ തന്നെ ചോറ് വെച്ചിട്ടുള്ള ബാക്കി വന്ന ചോറ് വെച്ചിട്ടുള്ള റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കണ്ടു നോക്കണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.